നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈവിറയാണ് അടുത്ത കാലത്ത് കേരളം നേരിടുന്ന പ്രതിസന്ധിയെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള. മുഖ്യമന്ത്രിക്ക് സ്വന്തം പാർട്ടിയെ വിശ്വാസമില്ല, കേരളത്തിൽ ഇപ്പോൾ ഭരണമില്ല, പെട്രോളിയം വില വർധനവ് കുറയ്ക്കാൻ കേരളം പ്രാദേശിക നികുതി കുറയ്ക്കണമെന്നും പി എസ് ശ്രീധരൻപിള്ള. കണ്ണൂർ വിമാനത്താവളത്തിന് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പരിശോധന ആരംഭിച്ചു. അടുത്തയാഴ്ച അവസാനഘട്ട പരിശോധനയ്ക്ക് വലിയ വിമാനമെത്തും. പരിയാരം വായാട് വീട്ടിൽ നിന്നും മയക്കുമരുന്ന് ഉപയോഗത്തിനുള്ള 4 പേർ അറസ്റ്റിൽ. മയക്കുമരുന്ന് സിറിഞ്ചുകൾ, ചൂടാക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക പാത്രം ഉൾപ്പെടെ പിടിച്ചെടുത്തു. തളിപ്പറമ്പ് പ്രവാസി സംഘത്തിൽ പ്രവാസി ക്ഷേമനിധിയിലടക്കാനായി ഏൽപ്പിച്ച തുക തട്ടിയെടുത്തുന്ന പരാതിയുമായി നിരവധി പേർ രംഗത്ത്. പണമടച്ചതിന് നൽകുന്ന രസീത് ജീവനക്കാരി കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും പ്രവാസി സേവാ കേന്ദ്രത്തിന് സംഘടനയുമായി ബന്ധമില്ലെന്നും ഭാരവാഹികൾ. ഓഫീസിൽ വരുന്ന തുക കൃത്യമായി ഭാരവാഹികളെ ഏൽപ്പിക്കാറുണ്ടെന്നും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജീവനക്കാരി. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈവിറയാണ് അടുത്ത കാലത്ത് കേരളം നേരിടുന്ന വലിയ പ്രതിസന്ധിയെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. ചികിത്സയ്ക്കായി വിദേശത്ത് പോകുന്നതിന് മുമ്പ് ചുമതല ഇ.പി. ജയരാജനാണെന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ ഉത്തരവിൽ ഒപ്പിടാനിരുന്നപ്പോൾ കൈവിറച്ചു. സ്വന്തം പാർട്ടിക്കാരെ വിശ്വാസമില്ലാത്തതാണ് പ്രശ്നമെന്നും കണ്ണൂരിൽ പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസിൽ അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിന്റെ നേതാക്കൾ പരസ്പരം വിശ്വാസത്തോടെയല്ല പ്രവർത്തിക്കുന്നത്. അതാണ് മന്ത്രിസഭ ചേരാൻ പോലും കഴിയാത്ത പ്രതിസന്ധിക്ക് കാരണം. തീരുമാനമെടുക്കേണ്ടി വന്നപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൈവിറച്ചു. കാരണം സഖാക്കളെ വിശ്വാസമില്ല. അതുകൊണ്ട് അധ്യക്ഷൻ ടു പ്രിസൈഡ് എന്ന് പറഞ്ഞ് മാത്രം ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഈ കൈവിറക്കലാണ് കേരളത്തിലെ CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ കൈവിറക്കൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഈ കണ്ണൂർ ജില്ലയിൽ വരുമ്പോഴാണ്. കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാർ തമ്മിലുള്ള ആന്തരിക സംഘർഷം കൊണ്ട് തീരുമാനമെടുക്കാൻ സാധിക്കാതെ കൈവിറയ്ക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മറ്റുമുള്ളത്. കേരളം ഇപ്പോൾ ചീഫ് സെക്രട്ടറിയാണ് ഭരിക്കുന്നത്. മന്ത്രിസഭാ യോഗം ചേർന്നിട്ട് മാസങ്ങളായി. അജണ്ടയില്ലെന്ന് പറഞ്ഞു ക്യാബിനറ്റ് യോഗം ചേരാത്തത് ആദ്യമായാണ്. വിഷയദാരിദ്ര്യം പറഞ്ഞ് ക്യാബിനറ്റ് മുടക്കാൻ കാരണം CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. മന്ത്രി ഇ.പി. ജയരാജനെ അധ്യക്ഷത വഹിക്കാൻ പാർട്ടി സമ്മതിക്കുന്നില്ല. ശബരിമല തീർത്ഥാടനത്തിനുള്ള അടിസ്ഥാന സൗകര്യമൊരുക്കാതെ ഭരണകൂടം കൊള്ളയടിക്കുകയാണ്. ഭരണകൂടം കൊള്ളയടിക്കുന്നത് മറ്റൊരു ദുരന്തത്തിനിടയാക്കും. റോഡ് സൗകര്യമില്ല. നിലക്കലിൽ നിന്ന് പമ്പയിലേക്ക് 19 കിലോമീറ്റർ സഞ്ചരിക്കാൻ 21 രൂപയാണ്. ഇതിനെതിരെ BJP പത്തനംതിട്ടയിൽ 3 ദിവസം നീളുന്ന സമരം നടത്തും. ചീഫ് സെക്രട്ടറിയാണ് ഭരിക്കുന്നത്. ചീഫ് സെക്രട്ടറി രാജ്യം ഭരിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥയില്ല. ഇന്നും ക്യാബിനറ്റ് യോഗമില്ല. അപ്പൊ തികഞ്ഞ ഭരണ സ്തംഭനമാണ്. CPM-ലെ ആന്തരിക സംഘർഷം കൊണ്ട് ക്യാബിനറ്റിന്റെ സങ്കല്പങ്ങളെ തന്നെ കേരളത്തിൽ ബലി കഴിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ക്യാബിനറ്റ് യോഗം വേണ്ടെന്ന് വെച്ചത് വാരാന്ത ക്യാബിനറ്റ് യോഗം സ്ഥിരമായി ഏത് ഭരണകൂടം വന്നാലും നടത്തി വന്നിരുന്ന വാരാന്ത ക്യാബിനറ്റ് യോഗം ഒരു നോട്ടിഫിക്കേഷൻ വഴി ക്യാബിനറ്റ് യോഗത്തിൽ അധ്യക്ഷം വയ്ക്കാൻ ഒരാളെ നിശ്ചയിച്ചിട്ട് കൂടി ആ ക്യാബിനറ്റ് യോഗം വേണ്ടാന്ന് വെച്ചത് അജണ്ടയില്ല എന്നുള്ള പേരിലാണ്. അജണ്ടയ്ക്ക് ദാരിദ്ര്യമാണ്. CPM-ലെ ആന്തരിക സംഘർഷം കൊണ്ട് ക്യാബിനറ്റിന്റെ സങ്കല്പങ്ങളെ തന്നെ കേരളത്തിൽ ബലി കഴിച്ചിരിക്കുകയാണ്. ഏതായാലും ഒരു ക്യാബിനറ്റിന് ജയരാജൻ ഇപ്പോൾ അധ്യക്ഷം വഹിക്കാൻ ജയരാജനെ സമ്മതിക്കുന്നില്ലാത്തതുകൊണ്ടല്ലേ അദ്ദേഹം വിളിച്ചു കൂട്ടാത്തത്. 19 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ യാത്ര ചെയ്യുന്നതിന് 80 രൂപ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കൊള്ളയാണ്. ഈ നിലയ്ക്ക് കൊള്ളയടിക്കുന്നു. യാതൊരു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാതെ കെടുകാര്യസ്ഥതയാണ്. ഇത് അപകടകരമാണ്. സ്ഥിതിവിശേഷം വലിയ ദുരന്തം അവിടെ സംഭവിക്കാൻ പോകുന്നു. പെട്രോളിയം വില വർധന കുറയ്ക്കാൻ കേരളം പ്രാദേശിക നികുതി കുറയ്ക്കണം. അതോടൊപ്പം GSTക്ക് അനുകൂലമായി നിലപാടെടുക്കണം. കേരളം പ്രാദേശിക നികുതി കുറയ്ക്കണം. അതോടൊപ്പം തന്നെ കേരളം GSTക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെടുക. ബാർക്കോഴ കേസിൽ ആര് അഴിമതി നടത്തിയാലും ശിക്ഷിക്കപ്പെടണം. BJPയിലേക്ക് മറ്റ് പാർട്ടിയിൽ നിന്ന് ചിലർ വരും. അവർ ശക്തരായിരിക്കുമെന്നും അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. കേരളം BJPക്ക് ഭാഗമായിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് A.K. ഹാരിഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രശാന്ത് പുത്തലത്ത്, ട്രഷറർ റിജി ഉലഹനാൻ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ.
കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പരിശോധന തുടങ്ങി. ഇവർ നൽകുന്ന റിപ്പോർട്ട് നിർണായകമാണ്. കണ്ണൂർ വിമാനത്താവളത്തിന് ലൈസൻസ് നൽകുന്നതിന്റെ ഭാഗമായുള്ള ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പരിശോധനയ്ക്ക് തുടക്കമായി. എല്ലാം വിശദമായ പരിശോധനയ്ക്കാണ് വിധേയമാക്കുന്നത്. ലൈസൻസിനുള്ള നടപടി ഈ മാസം തന്നെ പൂർത്തീകരിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ വിഭാഗം ഉറപ്പു നൽകിയിരുന്നു. ചെന്നൈയിൽ നിന്നുള്ള ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സന്താനം സമ്പത്ത്, ഡൽഹിയിൽ നിന്നുള്ള DGCA അസിസ്റ്റന്റ് ഡയറക്ടർ അശ്വിൻ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന വ്യാഴാഴ്ച പൂർത്തിയാകും. അടുത്ത ആഴ്ച അവസാനഘട്ട പരിശോധനയ്ക്ക് വലിയ വിമാനമെത്തും. ഇതിനുശേഷമാണ് കണ്ണൂർ വിമാനത്താവളത്തിന് ലൈസൻസ് ലഭിക്കുക. സീൽ ന്യൂസ്, കണ്ണൂർ. പരിയാരം വായാട് വീട്ടിൽ നിന്നും മയക്കുമരുന്ന് ഉപയോഗത്തിനിടെ 4 പേർ അറസ്റ്റിൽ. മയക്കുമരുന്ന് സിറിഞ്ചുകൾ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ഉൾപ്പെടെ പിടിച്ചെടുത്തു. പരിയാരം SI വിനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു പിടിച്ചെടുത്തത്. സംഘം എത്തിയ ബൈക്കുകളും കസ്റ്റഡിയിലെടുത്തു. വായാടെ K നവാസ്, പള്ളിക്കുളത്തെ K പ്രശാന്ത്, പൊടിക്കുണ്ടിലെ K രാഹുൽ, പള്ളിക്കുളത്തെ MP വൈഷ്ണവ് എന്നിവരാണ് അറസ്റ്റിലായത്. കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ വായാടെ നവാസിന്റെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു മയക്കുമരുന്ന് ഉപയോഗം. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിയാരം SI വിനീഷിന്റെ നിർദ്ദേശപ്രകാരം ASI CG സാംസണും സംഘവും വീട്ടിലെത്തുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു. ഇവരിൽ നിന്നും 7 സിറിഞ്ചുകൾ, മയക്കുമരുന്ന് ചൂടാക്കാൻ ഉപയോഗിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാത്രം, ലൈറ്റർ എന്നിവയും പിടിച്ചെടുത്തു. ഇവർ ഉപയോഗിച്ച മയക്കുമരുന്നായ പൗച്ചിന്റെ 25 പാക്കറ്റും പിടിച്ചെടുത്തു. വായാട് വെച്ച് ഒരു വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നുണ്ടെന്നുള്ളൊരു രഹസ്യം കിട്ടിയിട്ട് പോയതാണ്. പോയ സമയത്ത് നമ്മൾ പോയിട്ട് വീടിൻ്റെ പരിസരത്ത് നോക്കിയപ്പോൾ ഒരു നാലാള് കൂടിയിട്ട് ഇങ്ങനെ ഈ സാധനം കണ്ടില്ല, ഇത് അതിൽ ഈ പൊടി ഇട്ടിട്ട് സിറിലേറ്റ് വെച്ച് കത്തിക്കല, അത് വെച്ച് സിറിഞ്ചിൽ വെച്ചിട്ട് സിറിഞ്ച് എടുത്തിട്ട് പിന്നെ നല്ലൊരടിക്കുകയാണ് ചെയ്തത്. സ്ഥിരമായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് പിന്നെ മുടിക്കാനോ ഇതിൻ്റെ ഭാഗത്ത് ഇത് ധാരാളമായിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടി. വായാടെ K നവാസാണ് മയക്കുമരുന്ന് വിൽപ്പനയുടെ പ്രധാന കണ്ണി. ബോംബെയിൽ നിന്നും എത്തിക്കുന്ന പൗച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന മയക്കുമരുന്നിന്റെ ചെറിയ ഒരു പൊതി 250 രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. ഈ മയക്കുമരുന്ന് മൂടി കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഉറ്റിച്ച് ചൂടാക്കുകയും തുടർന്ന് സിറിഞ്ചിൽ നിറച്ച് കുത്തിവെക്കുകയുമാണ് ചെയ്യുന്നത്. 3 മണിക്കൂർ വരെ ലഹരി ഉണ്ടാക്കുന്നതാണിത്. പ്രധാന കണ്ണിയായ നവാസ് കഞ്ചാവ് കടത്തിയ കേസിൽ ഉൾപ്പെടെ പ്രതിയാണ്. പ്രതികൾ ഉപയോഗിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. സെമിനാരിയിൽ വെച്ച് പീഡിപ്പിച്ച വൈദികനെതിരെ പരാതി നൽകിയ വിരോധത്തിന് പരാതിക്കാരന്റെ കുടുംബത്തെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയായ വൈദികൻ റിമാൻഡിൽ. ചന്ദനക്കാമ്പാറയിലെ ഫാദർ ജെയിംസ് വർഗീസ് തെക്കേമുറിയിലാണ് റിമാൻഡിലായത്. 2017 മെയ് 29-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചാപ്പക്കടവ് സ്വദേശിയുടെ സ്കൂട്ടറിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് തെറ്റായ വിവരം നൽകി എക്സൈസ് സംഘത്തെ കൊണ്ട് റെയ്ഡ് നടത്തിക്കാൻ ശ്രമിച്ച സംഭവത്തിലാണ് 3ാം പ്രതിയായ വൈദികനെ തിങ്കളാഴ്ച വൈകുന്നേരം തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S കൃഷ്ണകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. പരാതി നൽകിയ കുടുംബം സ്വഭാവദൂഷ്യമുള്ളവരാണെന്ന് വരുത്തി തീർത്ത് തനിക്കെതിരെ നൽകിയ പരാതി വ്യാജമാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു വൈദികന്റെ ലക്ഷ്യം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടറിൽ നിന്ന് 1 കിലോ 175 ഗ്രാം കഞ്ചാവ് ശ്രീകണ്ഠാപുരം എക്സൈസ് സംഘം കണ്ടെത്തിയിരുന്നു. കഞ്ചാവ് പിടിച്ചെടുത്തപ്പോൾ തങ്ങൾ നിരപരാധികളാണെന്നും ആരോ കെണിയിൽ കുടുക്കിയതാണെന്നും ഇവർ എക്സൈസ് അധികൃതരോട് പറഞ്ഞിരുന്നു. കഞ്ചാവുമായി ബന്ധപ്പെട്ട എക്സൈസിന് വിവരം നൽകിയ സിം കാർഡ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നതും. ഫാദർ ജെയിംസ് വർഗീസിന്റെ സഹോദരനായ സണ്ണിയെയും ബന്ധു റോയിയെയും കേസിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. മാട്ടൂലിൽ വൻ മണൽവേട്ട, 3 ടിപ്പർ ലോറി പിടികൂടി. ചൊവ്വാഴ്ച പുലർച്ചെ 2ഓടെയാണ് മണൽക്കടത്ത് സംഘത്തെ പഴയങ്ങാട് SI ബിനുമോഹനും സംഘവും പിടികൂടിയത്. മണൽ മാഫിയക്കെതിരെ ശക്തമായ നടപടിയുമായി പഴയങ്ങാടി പോലീസ് രംഗത്ത്. മാട്ടൂൽ പുതിയങ്ങാടി തീരദേശ മേഖലയിൽ മണൽക്കടത്ത് വ്യാപകമായതോടെയാണ് പോലീസ് രംഗത്തെത്തിയത്. മടക്കര പാലത്തിന് സമീപത്ത് വെച്ച് KL 8AH 4984, KL 8AD 0929, KL 18 56 55 എന്നീ മണൽ കയറ്റിയ ലോറികളാണ് പഴയങ്ങാടി SI ബിനുമോഹനും സംഘവും പിടികൂടിയത്. പോലീസിനെ കണ്ട് വാഹനങ്ങൾ ഉപേക്ഷിച്ച് ഡ്രൈവർമാർ രക്ഷപ്പെട്ടു. ലോറികൾ സ്റ്റേഷനിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം മടക്കര പാലത്തിനടിയിൽ നിന്ന് മണൽ കടത്തുന്ന 2 ഫൈബർ വള്ളങ്ങളും പോലീസ് പിടിച്ചെടുത്ത് നശിപ്പിച്ചിരുന്നു. 3 മാസത്തിനിടെ 15ഓളം മണൽ ലോറികൾ പഴയങ്ങാടി പോലീസ് പിടികൂടിയിട്ടുണ്ട്. സീൽ ന്യൂസ്, ചെറുകുന്ന്.
കർഷക കോൺഗ്രസ് കളക്ടറേറ്റ് മുന്നിൽ ഉപവസിച്ചു. പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കർഷകർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ഉപവാസം. DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. കേവലം കൺസൾട്ടിംഗ് ഏജൻസി എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രവർത്തനവും ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു ഏജൻസിയെ നവകേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി ഏൽപ്പിച്ചു എന്നാണ് മുഖ്യമന്ത്രി സർക്കാർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ആരോട് ചർച്ച ചെയ്തു, ഇവിടെ ചർച്ച ചെയ്തു. ഈ കാര്യത്തിലെല്ലാം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മുഴുവൻ സന്നദ്ധ സംഘടനകളും ജനങ്ങളും ഒറ്റക്കെട്ടായി സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നു. കോടിക്കണക്കിന് രൂപയുടെ ദുരിതാശ്വാസ ഫണ്ട് ലോകത്തിന്റെയും രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പല ഭാഗത്ത് കുട്ടികളും അതുപോലെ തന്നെ പാവപ്പെട്ടവരും എല്ലാവരും സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ സഹകരണ ജീവനക്കാരും എല്ലാവരും നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ പണം വിരിക്കുക എന്നതിനപ്പുറത്തേക്ക് എങ്ങനെ ഈ പ്രതിസന്ധി അതിജീവിക്കാൻ കേരളത്തിന് സാധ്യം? കാർഷിക പുനരുദ്ധാരണത്തിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രത്യേക പാക്കേജ് ഉണ്ടാക്കുക, കൃഷി തുടങ്ങാൻ കർഷകർക്ക് 20,000 രൂപ അടിയന്തര സഹായം നൽകുക, കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർന്നു. വൈസ് പ്രസിഡന്റ് ദേവസ്യ കർണത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KP വിജയൻ, K സാബു, TO ചന്ദ്രമോഹൻ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. പോലീസ് അതോറിറ്റി പരാതി സിറ്റിംഗ് കണ്ണൂർ കളക്ടറേറ്റിൽ തുടക്കമായി. റിട്ടയർഡ് ജില്ലാ ജഡ്ജ് CJ കുട്ടപ്പന്റെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന സിറ്റിംഗിന്റെ ആദ്യ ദിനത്തിൽ 2 കേസുകൾ എത്തി. 14 കേസുകൾ പരിഗണനയിലുണ്ട്. സിറ്റിംഗിന് ബുധനാഴ്ച സമാപനമാകും. സീൽ ന്യൂസ്, കണ്ണൂർ. പ്രവാസി ക്ഷേമനിധിയിൽ അടക്കാൻ തളിപ്പറമ്പ് പ്രവാസി സംഘത്തിൽ ഏൽപ്പിച്ച രൂപ തട്ടിയെടുത്തുന്ന പരാതിയുമായി നിരവധി പേർ രംഗത്ത്. സംഭവത്തിൽ പരസ്പര ആരോപണങ്ങളാണ് പ്രവാസി സംഘവും ജീവനക്കാരിയും ഉന്നയിക്കുന്നത്. പ്രവാസി സംഘത്തിന്റെ തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് തന്നെയുള്ള പ്രവാസി സേവാ കേന്ദ്രത്തിൽ പണമടച്ചവരാണ് തങ്ങളുടെ പണം ക്ഷേമനിധി അക്കൗണ്ടിൽ എത്തിയിട്ടില്ലെന്ന പരാതിയുമായി എത്തുന്നത്. തളിപ്പറമ്പിലെ ഓഫീസിൽ 2015 മുതൽ 2017 വരെ ക്ഷേമനിധിയിലേക്ക് അടച്ച തുകയാണ് അക്കൗണ്ടിൽ എത്താത്തത്. ഇക്കാലയളവിൽ തളിപ്പറമ്പിൽ പണമടച്ച ആരുടെയും തുക അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്നാണ് സൂചന. ഇവിടെ പണമടയ്ക്കുന്നവർക്ക് പ്രവാസി സംഘത്തിന്റെ രസീതാണ് നൽകുന്നത്. എന്നാൽ ഈ രസീത് ജീവനക്കാരി കൃത്രിമമായി ഉണ്ടാക്കിയതെന്നാണ് പ്രവാസി സംഘം ഏരിയ പ്രസിഡന്റ് നാരായണൻ പറയുന്നത്. സംഘം ഏരിയ സെക്രട്ടറിയുടെ പേരിലാണ് പ്രവാസി സേവാ കേന്ദ്രത്തിന്റെ ലൈസൻസ് ഉള്ളത്. സംഘടനയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നും ഇദ്ദേഹം പറഞ്ഞു. ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കേരള പ്രവാസി സംഘത്തിന് സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം സംഘടനയുടെ ഓഫീസല്ല അത് വർക്ക് ചെയ്യുന്നത്. കാരണം അത് ഈ പ്രവാസി സേവാ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പ്രശ്നങ്ങളുണ്ടായി. റെസീറ്റ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ട് കണ്ടു. അതിൽ കേരള പ്രവാസി സംഘത്തിൻ്റെ സീൽ ഉപയോഗിക്കുന്നുണ്ട്. ആ സീൽ അവർ ഉണ്ടാക്കിയതാണോ എന്നതിനെക്കുറിച്ച് സംഘടന അന്വേഷിക്കണം. അക്ഷയ കേന്ദ്രത്തിൽ അടച്ച തുക അക്കൗണ്ടിലുണ്ട്. എന്നാൽ പ്രവാസി സേവാ കേന്ദ്രത്തിൽ അടച്ച തുക കാണാനില്ലെന്ന് പ്രവാസിയുടെ ബന്ധു പറഞ്ഞു. 100 കണക്കിന് പ്രവാസികളുടെ ബന്ധുക്കളാണ് പണം തട്ടിയെടുത്തതറിഞ്ഞ് ഇവിടെ എത്തുന്നത്. ഇത് അക്ഷയയിൽ പൈസ അടച്ചതുണ്ട്, ഇവിടെ പൈസ അടച്ചതില്ല. അങ്ങനെ ഒരുപാട് ജനങ്ങളുണ്ട്. ഒന്നൊന്നല്ല, ഒരു 1000 കണക്കാണ്. എന്നാൽ തന്റെ ഭാഗത്ത് ഒരു പിഴവുമില്ല എന്നാണ് പ്രവാസി സേവാ കേന്ദ്രത്തിലെ ജീവനക്കാരി പറയുന്നത്. പ്രവാസി സംഘത്തിന്റെ കീഴിൽ തന്നെയാണ് സേവാ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. രസീതും അവർ തന്നെയാണ് തന്നത്. ഓഫീസിൽ വരുന്ന തുക കൃത്യമായി ബന്ധപ്പെട്ടവരെ കണക്കുസഹിതം ഏൽപ്പിക്കാറുണ്ട്. 2 മാസത്തിനകം മുഴുവൻ ആളുകളുടെയും പണം നൽകും. ഇതിനുശേഷം പ്രവാസി സംഘം ഭാരവാഹികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജീവനക്കാരി കവിത പറഞ്ഞു. മാക്സിമം ഒരു 10 ലക്ഷം റുപ്യ വരും. അത് ഈ 2 മാസത്തിനുള്ളിൽ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിത് ക്ലിയർ ചെയ്യും, ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യും. എന്നിട്ട് കസ്റ്റമേഴ്സ് പരാതി തീർത്തിട്ട് ഞാൻ ഇതിൻ്റെ എതിരെ കേസ് ഫയൽ ചെയ്യും. അനക്കും വേണ്ടി ഇതിനൊരു തെളിവ്, അതുകൊണ്ട് ഞാൻ ഇതിനെതിരെ കേസ് ഫയൽ ചെയ്യും. അത് ഉറപ്പാണ്. ഈ സംഘടനയുടെ പേരിൽ എനിക്ക് കേസ് ഫയൽ ചെയ്യുന്ന പ്രശ്നമില്ലല്ലോ. അതിനുള്ള പ്രൂഫും കാര്യങ്ങളും എന്റെ കൈമേൽ വെച്ചുകൊണ്ട് ഞാൻ തെളിവ് സഹിതം ഞാൻ കേസ് ഫയൽ ചെയ്യും. ഇപ്പൊ എനിക്ക് ഈ കസ്റ്റമേഴ്സ് ഈ സംഘടന പോലും എന്നെ പുറത്താക്കി. പ്രവാസി സംഘത്തിൽ തുക ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വ്യാപക പരാതിയാണ് ഉയർന്നുവരുന്നതും. സീൽ ന്യൂസ്, തളിപ്പറമ്പ. മാക്കൂട്ടം ചുരം റോഡിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ താൽക്കാലിക നടപടിയുമായി കർണാടക കൂട്ടുപുഴ വിരാജ്പേട്ട റൂട്ടിൽ കർണാടക മിനി KSRTC ബസ്സുകൾ സ്പെഷ്യൽ സർവീസ് ആരംഭിച്ചു. തലശ്ശേരി കുടക അന്തർ സംസ്ഥാന പാതയിൽ കർണാടകത്തിന്റെ അധീനതയിലുള്ള മാക്കൂട്ടം പെരുമ്പാടി ചുരം പാത കഴിഞ്ഞ ജൂൺ 12-നുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് തകർന്നത്. മാക്കൂട്ടം ചെറിയ പാലത്തിന്റേതുൾപ്പെടെ അടിത്തറ തന്നെ ഇളകിയ നിലയിലായിരുന്നു. മലവെള്ളപ്പാച്ചിലിൽ തകർന്ന റോഡ് 1 മാസത്തിനകം താൽക്കാലിക അറ്റകുറ്റപ്രവൃത്തി നടത്തി ചെറിയ വാഹനങ്ങളെ കടന്നുപോകാൻ അനുവദിച്ചെങ്കിലും
ബസ് ഗതാഗതം സാധ്യമായിരുന്നില്ല. ഇതേ തുടർന്ന് ഇരിട്ടിയിൽ നിന്നും കൂട്ടുപുഴയിൽ നിന്നും വീരാജ്പേട്ടയിലേക്ക് ജീപ്പുകളുടെ സമാന്തര സർവീസ് മാത്രമായിരുന്നു ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം. കൂട്ടുപുഴയിൽ നിന്നും 100 രൂപയും ഇരിട്ടിയിൽ നിന്നും 130 രൂപയുമാണ് ഈടാക്കിയിരുന്നത്. 100 കണക്കിന് യാത്രക്കാരാണ് അന്തർ സംസ്ഥാന പാത ഉപയോഗിച്ചിരുന്നത്. ബസ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇരു സംസ്ഥാനങ്ങളിലെയും MLA-മാർ ഇടപെടലുകൾ നടത്തുകയുണ്ടായി. ഉരുൾപൊട്ടലിനെ തുടർന്ന് കർണാടകത്തിലെത്തിയിട്ടുള്ള ദുരന്ത നിവാരണ സേനയുടെ ഉൾപ്പെടെ പഠന റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ബലപ്പെടുത്തൽ പ്രവൃത്തി നടത്തിയ ശേഷമേ യാത്ര സാധ്യമാവുകയുള്ളൂ എന്ന റിപ്പോർട്ട് വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കർണാടക RTCയുടെ മിനി ബസുകൾ വീരാജ്പേട്ട മുതൽ കൂട്ടുപുഴ വരെയുള്ള 26 കിലോമീറ്റർ ദൂരം സർവീസ് ആരംഭിച്ചത്. 35 സീറ്റുള്ള മിനി ബസുകളാണ് സർവീസ് നടത്തുന്നത്. ദിവസവും രാവിലെ 6-ന് വീരാജ്പേട്ടയിൽ നിന്നും കൂട്ടുപുഴയിൽ നിന്നുമാണ് സർവീസ് ആരംഭിക്കുന്നത്. 1 മണിക്കൂർ ജനത്തിന് സേവനം കിട്ടുന്ന രീതിയിൽ 2 ബസുകളാണ് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുന്നത്. 30 രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ബസ്സുകളുടെ എണ്ണം 4 ആകും. മൈസൂർ ബാംഗ്ലൂരു യാത്രക്കാർക്ക് ഉൾപ്പെടെ കേരളത്തിൽ നിന്നും മിനി ബസ് ഉപയോഗപ്പെടുത്തി വീരാജ്പേട്ടയിലെത്തി അവിടെ നിന്നുള്ള ദീർഘദൂര സർവീസുകളെ ആശ്രയിക്കാം. സീൽ ന്യൂസ്, ശ്രീകണ്ഠപുരം. പഴയങ്ങാടി സബ് ട്രഷറി കെട്ടിട നിർമ്മാണം ശിലയിലൊതുങ്ങി. 2010-ൽ PK ശ്രീമതി MP ശിലയിട്ട കെട്ടിട നിർമ്മാണം സാങ്കേതികത്വത്തിന്റെ പേരിൽ നീണ്ടുപോവുകയായിരുന്നു. മടായിലെ വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ ട്രഷറി പ്രവർത്തിക്കുന്നത്. പഴയങ്ങാടി സബ് ട്രഷറിക്ക് സ്വന്തമായി കെട്ടിടം വേണമെന്നത് ജനങ്ങളുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു. എരിപുരത്ത് വാടക കെട്ടിടത്തിൽ അസൗകര്യത്താൽ വീർപ്പുമുട്ടുകയാണ് ട്രഷറി ജീവനക്കാരും ഇടപാടുകാരും. ട്രഷറിക്ക് സ്വന്തമായി കെട്ടിടം പണിയാൻ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് സമീപം സ്ഥലം അനുവദിക്കുകയും 2010-ൽ PK ശ്രീമതി MP ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തു. കെട്ടിട നിർമ്മാണത്തിന് 2,40,00,000 രൂപ അനുവദിക്കുകയും ഇൻകൽ എന്ന സ്ഥാപനത്തിന് നിർമ്മാണ ചുമതല ലഭിക്കുകയും ചെയ്തു. എന്നാൽ സാങ്കേതിക അനുമതി ലഭിക്കാത്തതാണ് കെട്ടിട നിർമ്മാണം വൈകാൻ കാരണം. അധികൃതരുടെ മെല്ലെപ്പോക്ക് നയം കാരണം ദുരിതം പേറുന്നത് ഇവിടെ എത്തുന്ന ജനങ്ങളാണ്. ഇതിപ്പം ഒരു വാടക കെട്ടിടത്തിലാണ് ഈ സബ് ട്രഷറി നടക്കുന്നത്. വിദ്യാർത്ഥികളും ഉൾപ്പെടെ എല്ലാവരും ഇവിടെ വന്ന് ചെലവാക്കുമ്പോൾ തന്നെ ഇവിടെ സൗകര്യങ്ങൾ കുറവാണ്. ഈ ഒരു സൗകര്യത്തിൽ ഒരിക്കലും ഇവിടെ വന്ന് ഈ ഒരു ചൂട് ഈ സഹിച്ചുകൊണ്ട് ഈ ഒരു ട്രഷറിയിൽ കയറാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു സബ് ട്രഷറിക്ക് എടുത്ത സ്ഥലത്ത് പുതിയൊരു സബ് ട്രഷറി എടുത്ത് സഹായിക്കണമെന്ന് നിങ്ങളെ പറ്റി. ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ട്രഷറി വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ 5-8 കൊല്ലം മുമ്പേ നമ്മുടെ ട്രഷറിക്ക് ശിലാസ്ഥാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ രംഗത്ത് യാതൊരു പുരോഗതിയും ഇതുവരെ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പഴയ ബിൽഡിംഗിൽ പഴയ രീതിയിൽ തന്നെയാണ് ട്രഷറിയുടെ. കെട്ടിടത്തിന്റെ പ്ലാൻ അംഗീകരിക്കാൻ ഏഴോം പഞ്ചായത്ത് 8 മാസത്തോളം കാലതാമസം വരുത്തിയതായും ആക്ഷേപമുണ്ട്. പഴയങ്ങാടി സബ് ട്രഷറി കെട്ടിടം എത്രയും വേഗം യാഥാർത്ഥ്യമാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സീൽ ന്യൂസ്, ചെറുകുന്ന്. കനത്ത മഴയെ തുടർന്ന് വീട് തകർന്ന ബക്കളത്തെ KT പ്രഭാവതിയുടെ കുടുംബത്തിന് സഹായവുമായി CPIM പ്രവർത്തകർ. CPIM ബക്കളം ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മേൽക്കൂര തകർന്ന വീട് കോൺക്രീറ്റ് ചെയ്ത് താമസ യോഗ്യമാക്കുകയാണ്. കഴിഞ്ഞ ആഗസ്റ്റ് 17-നാണ് ബക്കളത്തെ KT പ്രഭാവതിയുടെ വീട് കനത്ത മഴയിൽ തകർന്നു വീണത്. അപകടത്തിൽ പ്രഭാവതിയുടെ ഭർത്താവിന്റെ അമ്മ കമലയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. ഓടുമേഞ്ഞ മേൽക്കൂര പൂർണ്ണമായി തകർന്ന് വീട് താമസയോഗ്യമല്ലാതായി തീർന്നതോടെ നിർധന കുടുംബം ദുരിതത്തിലായിരുന്നു. സർക്കാരിൽ നിന്നും നഗരസഭയിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക സഹായം കൊണ്ട് വീട് ശരിയാക്കുവാൻ വൈകുമെന്നറിഞ്ഞതോടെ കുടുംബത്തെ സഹായിക്കാൻ CPM രംഗത്തെത്തി. CPM ബക്കളം ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളും ബക്കളം പാൽ സൊസൈറ്റി ഭരണസമിതിയും ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് രൂപീകരിച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തികൾക്കായുള്ള സാമ്പത്തിക സമാഹരണം നടത്തിയത്. പ്രവൃത്തി ശ്രമദാനമായാണ് നടത്തുന്നത്. ഓടുമേഞ്ഞ മേൽക്കൂരയ്ക്ക് പകരം കോൺക്രീറ്റ് ചെയ്യുന്ന ജോലി ചൊവ്വാഴ്ച നടന്നു. കക്കൂസും കുളിമുറിയും ഉൾപ്പെടെ പൂർത്തിയാക്കി വളരെ വേഗത്തിൽ തന്നെ താമസയോഗ്യമാക്കുമെന്ന് CPIM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി P. മുകുന്ദൻ പറഞ്ഞു. ഇപ്പോൾ നേരത്തെയുള്ളതിൽ നിന്നും കുറേ കൂടി കെട്ടുറപ്പോടു കൂടിയാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ആ ഓടുമേഞ്ഞ മേൽക്കൂര പൂർണ്ണമായിട്ടും മാറ്റി അത് തകർന്നു വീണ് ഇല്ലാതാകുന്ന സ്ഥിതി ഉണ്ടായി. ആ ഭാഗം പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്തുകൊണ്ടുള്ള പണിയാണ് നടക്കുന്നത്. അപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ മേലെയും അവരെ സംബന്ധിച്ചിടത്തോളം പണിയാൻ സാധിക്കും. നല്ല സൗകര്യമുള്ള ഒരു 1-ാം നില ഇപ്പോൾ പാർട്ടി CPIM മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ സഖാക്കളുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. സീൽ ന്യൂസ്, തളിപ്പറമ്പ. ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവ് മരിച്ചു. ഏഴോം കോട്ടക്കിലെ CV ആരോമലാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ദേശീയപാതയിൽ പിലാത്തറ പീരക്കാം തടത്തിൽ വെച്ചാണ് അപകടം നടന്നത്. ഗുരുതര പരിക്കുകളോടെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ
ഇന്ന് ഉച്ചയോടെയാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധനാഴ്ച നാട്ടിലെത്തിച്ച് സംസ്കരിക്കും. കോട്ടക്കിലെ CV മണി അനിത ദമ്പതികളുടെ മകനാണ്. സഹോദരൻ അമൽ. സീൽ ന്യൂസ്, പഴയങ്ങാടി. സംഘപരിവാർ ഭീകരതയുടെ കാലത്ത് പ്രതിരോധത്തിന്റെയും പ്രതീക്ഷയുടെയും പേരാണ് JNU. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI നേതൃത്വത്തിൽ ഇടതു സഖ്യം നേടിയ വിജയത്തിൽ ആഹ്ലാദം രേഖപ്പെടുത്തിയും സംഘപരിവാർ ഭീകരതയിലും പ്രതിഷേധിച്ച് SFI കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ വിദ്യാർത്ഥി റാലിയും കൂട്ടായ്മയും സംഘടിപ്പിച്ചു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. JNU തെരഞ്ഞെടുപ്പിൽ പരാജയം മുന്നിൽ കണ്ട സന്ദർഭത്തിൽ ABVPയും സംഘപരിവാർ സംഘടനകളും അക്രമം വ്യാപിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ശ്രമിച്ചിരുന്നു. എന്നാൽ സംഘപരിവാർ ഭീകരതയെ SFI ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടാണ് ചരിത്ര വിജയം നേടിയത്. വരാൻ വേണ്ടി പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിനെ ഏൽക്കാൻ പോകുന്ന വലിയ തിരിച്ചടിയുടെ തുടക്കമാണ് JNU തെരഞ്ഞെടുപ്പ് ഫലമെന്നും മുഹമ്മദ് അഫ്സൽ പറഞ്ഞു. ഷിബിൻ ഖാനായി അധ്യക്ഷത വഹിച്ചു. AP അൻവീർ, ദീഷ്ണ പ്രസാദ്, CP ഷിജു, K ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. പാറക്കടവ് വായനശാല ഗ്രന്ഥാലയം സാംസ്കാരിക സമ്മേളനവും ഷോർട്ട് ഫിലിം CD പ്രകാശനവും പാറക്കടവിൽ നടന്നു. PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. ഇതിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൽക്കാലം അങ്ങനെ എൻജോയ്മെന്റ് മാത്രം ലക്ഷ്യമാക്കി കച്ചവട കണ്ണോടുകൂടി മാത്രം ഉണ്ടാക്കുന്ന സിനിമകൾ ഇന്ന് ധാരാളമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് എന്താണ് അവിടെ നടന്നത്, ആ സിനിമയിൽ എന്തായിരുന്നു, ആകെപ്പാടെ അതിന് ആശയം എന്തായിരുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ കുറെ 3 മണിക്കൂർ നേരം ചെലവഴിച്ചു എന്നുള്ളതല്ലാതെ കുറെ ഡാൻസും കുറെ പാട്ടും കുറെ മസാലയും ഒക്കെ കണ്ടു എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ഒന്നും ഇല്ല. PK ശ്രീമതി MP TV രാജേഷ് MLAക്ക് CD കൈമാറി. T അജയകുമാർ അധ്യക്ഷത വഹിച്ചു. E മോഹനൻ, MV രാജൻ, PT രാജേഷ് കുമാർ, ആർട്ടിസ്റ്റ് ശശികല, ശ്രീനിത് ചെക്കിക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ധർമ്മശാല. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേലോറ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ നിർമ്മിക്കുന്ന പാർക്കിന്റെ ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ EP ലത നിർവഹിച്ചു. വിമാനത്താവള റോഡിനരികിലായി 3 ഏക്കർ സ്ഥലത്ത് 1,40 ലക്ഷം രൂപ ചെലവിലാണ് പാർക്ക് നിർമ്മിക്കുന്നത്. കണ്ണൂർ നഗരമായി മാറിയതിന്റെ, കോർപ്പറേഷനായി മാറിയതിന്റെ, ഒരു ഗ്രാമപഞ്ചായത്തായിട്ടുള്ള ഒരു പ്രദേശത്തെ ചേലോറ ട്രെഞ്ചിംഗ് ഗ്രൗണ്ട് എന്ന ലോകം അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലത്ത് കണ്ണൂരും കേരളവും ഉറ്റുനോക്കുന്ന അതിമനോഹരമായ കുട്ടികളുടെയും മുതിർന്നവരുടെയും പാർക്ക് പണിതുകൊണ്ടാണ് ചേലോറ ഗ്രാമനിവാസികൾക്ക് നഗരമായതിന്റെ മാറ്റം അറിയാൻ പോകുന്നത്. കുട്ടികൾക്ക് ട്രാഫിക് പാർക്ക്, കളി ഉപകരണങ്ങൾ, 200 പേർക്കിരിക്കാവുന്ന ആംഫിയർ തിയേറ്റർ, കലാസാംസ്കാരിക പരിപാടി നടത്താനുള്ള വേദി തുടങ്ങി ആധുനിക സൗകര്യങ്ങൾ പാർക്കിലുണ്ടാകും. കൗൺസിലർ TO മോഹനൻ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വെള്ളോറ രാജൻ, സുമാ ബാലകൃഷ്ണൻ, MP മുഹമ്മദ് അലി തുടങ്ങിയവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, മുണ്ടേരി. കുറുമാത്തൂർ പഞ്ചായത്തിലെ പൂമംഗലം കോടിയേരി വയലിൽ കൊയ്ത്തുത്സവം നടന്നു. പൂമംഗലം UP സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം പങ്കെടുത്താണ് കൊയ്ത്തുത്സവം നടത്തിയത്. കൊടിലേരി വയലിൽ 6 പേർ ചേർന്ന് നടത്തിയ നെൽകൃഷിയിൽ ഇത്തവണ 100 മേനിയാണ് വിളഞ്ഞത്. നെൽകൃഷിയുടെ വിവിധ വശങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായാണ് പൂമംഗലം UP സ്കൂളിലെ വിദ്യാർത്ഥികൾ കൊയ്ത്തിനിറങ്ങിയത്. നാടൻ പാട്ടും പാടി വിദ്യാർത്ഥികൾ നെൽക്കതിർ കൊയ്തെടുത്തു. വിദ്യാർത്ഥികളിൽ കാർഷിക താൽപര്യം ഉണർത്തുകയും പാഠഭാഗത്തിലെ കാര്യങ്ങൾ നേരിട്ടറിയുകയുമായിരുന്നു ലക്ഷ്യം. നമ്മുടെ വിദ്യാർത്ഥികളിലെ കാർഷിക ആഭിമുഖ്യം വളർത്തുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ കൊയ്ത്ത് ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. ഈ കൂട്ടത്തിലെ കൊയ്ത്ത് ഇതുവരെ നേരിട്ട് കാണാത്ത കുട്ടികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത്ഭുതം ഉണ്ടാവും. പാഠഭാഗത്തിൻ്റെ ഭാഗമായി തന്നെ കൊയ്ത്തിനെക്കുറിച്ചും ഒക്കെ പഠിക്കാനുള്ളത് കൊണ്ട് ആണ്
ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ടി നാരായണൻ, പി ശശിധരൻ, സി കുഞ്ഞിക്കണ്ണൻ, MT സാജു, TM നിഷാമണി, സി സത്യനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. NGO യൂണിയൻ നേതാവായിരുന്ന ഇ പത്മനാഭനെ അനുസ്മരിച്ചു. കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ അനുസ്മരണ യോഗം നടന്നു. ജില്ലാ പ്രസിഡന്റ് PV അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരെയും പൊതുജനങ്ങളെയും തമ്മിലടിപ്പിക്കുന്ന സംവിധാനമായിരുന്നു മുൻകാല ഭരണാധികാരികൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിലെ ജീവനക്കാരുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ജീവനക്കാരുടെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന യാതൊരുവിധ ആനുകൂല്യങ്ങൾക്കും കവർന്നെടുക്കാതെ ജീവനക്കാർക്കും ഇതര തൊഴിലാളി വിഭാഗങ്ങൾക്കും നാളിതുവരെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് തന്നെ കേരളം ഈ പ്രതിസന്ധിയെ മറികടക്കുമെന്ന് പറയുന്നു. K. അശോകൻ, MV രാമചന്ദ്രൻ, P. ലക്ഷ്മണൻ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈവിറയാണ് അടുത്ത കാലത്ത് കേരളം നേരിടുന്ന പ്രതിസന്ധിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. മുഖ്യമന്ത്രിക്ക് സ്വന്തം പാർട്ടിയെ വിശ്വാസമില്ല, കേരളത്തിൽ ഇപ്പോൾ ഭരണമില്ല, പെട്രോളിയം വില വർധനവ് കുറയ്ക്കാൻ കേരളം പ്രാദേശിക നികുതി കുറയ്ക്കണമെന്നും PS ശ്രീധരൻപിള്ള. കണ്ണൂർ വിമാനത്താവളത്തിന് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പരിശോധന ആരംഭിച്ചു. അടുത്തയാഴ്ച അവസാനഘട്ട പരിശോധനയ്ക്ക് വലിയ വിമാനമെത്തും. പരിയാരം വായാട് വീട്ടിൽ നിന്നും മയക്കുമരുന്ന് ഉപയോഗത്തിലുള്ള 4 പേർ അറസ്റ്റിൽ. മയക്കുമരുന്ന് സിറിഞ്ചുകൾ, ചൂടാക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക പാത്രം ഉൾപ്പെടെ പിടിച്ചെടുത്തു. തളിപ്പറമ്പ് പ്രവാസി സംഘത്തിൽ പ്രവാസി ക്ഷേമനിധിയിൽ അടക്കാനായി ഏൽപ്പിച്ച തുക തട്ടിയെടുത്ത പരാതിയുമായി നിരവധി പേർ രംഗത്ത്. പണമടച്ചതിന് നൽകുന്ന രസീത് ജീവനക്കാരി കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും പ്രവാസി സേവാ കേന്ദ്രത്തിന് സംഘടനയുമായി ബന്ധമില്ലെന്നും ഭാരവാഹികൾ. ഓഫീസിൽ വരുന്ന തുക കൃത്യമായി ഭാരവാഹികളെ ഏൽപ്പിക്കാറുണ്ടെന്നും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജീവനക്കാരി. ഈ വാർത്താ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.